അപ്പോൾ എന്തായാലും ഉടനെ പണി തുടങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും ടെട്രാപോഡ് വരികയാണെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം. നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുനയ്ക്കക്കടവിലാണ് കേട്ടോ. എനിക്ക് പുറകിൽ പുലിമുട്ട് കാണാം, മുനയ്ക്കക്കടവ് പുലിമുട്ട് കാണാം. അതുപോലെ പുലിമുട്ടിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ മൈതാനം പോലെ കിടക്കുന്നത് കാണാം. ഇവിടെയൊക്കെ നല്ലപോലെ മണലിട്ട് നികത്തി മൈതാനം പോലെ എടുക്കാൻ കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെയല്ല. ഈ പുലിമുട്ടിൻ്റെ വടക്ക് ഭാഗം നല്ല രീതിയിൽ മണൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് പുറകിൽ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്നത് ടെട്രാപോഡ് ഉണ്ടാക്കാനുള്ള മോൾഡുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ടെട്രാപോഡിൻ്റെ പണി തുടങ്ങാൻ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മോൾഡുകളാണ്. അതായത് ഈ പുലിമുട്ടിൻ്റെ ബലപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് പുലിമുട്ടിൻ്റെ വശങ്ങളിലൊക്കെ ടെട്രാപോഡ് ഇട്ട് ബലപ്പെടുത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതിപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മോൾഡുകളാണ് കേട്ടോ. അപ്പോൾ ഈ മോൾഡുകളിൽ വെച്ചാണ് ഈ കോൺക്രീറ്റ് ഇട്ടിട്ട് വാർത്തിട്ടാണ് ഈ ടെട്രാപോഡ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിനുള്ള പണി എന്തായാലും തുടങ്ങാൻ പോവാണ്. അതിനുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മെറ്റലും എംസാൻഡും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുള്ളത് കാണുന്നുണ്ട്. അതുപോലെ ഈ ടെട്രാപോഡിൻ്റെ മോൾഡുകൾ ഒരുപാടെണ്ണം കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ പണി തുടങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും ടെട്രാപോഡ് വരികയാണെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം. പിന്നെ ഇത് ഇവിടം കൊണ്ട് മാത്രം ഒതുങ്ങി പോകരുത്. ഇതിൻ്റെ അപ്പുറത്തും പുലിമുട്ടുണ്ട്. നമ്മുടെ ചേറ്റുവ പുലിമുട്ടുണ്ട്. അവിടെയും പുലിമുട്ട് അപകടാവസ്ഥയിൽ തന്നെയാണ്. പുലിമുട്ട് തകർന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അവിടെയും ഈ ബലപ്പെടുത്തലുകൾ വേണം. അതുമാത്രമല്ല, പുലിമുട്ടിൻ്റെ തെക്കോട്ടുള്ള പ്രദേശങ്ങളെല്ലാം കടലാക്രമണ ഭീഷണിയിലാണ്. അവിടുത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് പരിഗണിക്കണം. ഇതിപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കാം. അവർ ഹാർബറിൻ്റെ കാര്യങ്ങൾ മാത്രം, ഹാർബറിനെ സേഫാക്കാനും അഴിമുഖത്തിനെ സേഫാക്കാനുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കും. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജനങ്ങളാണ്. കാരണം ഹാർബർ സേഫാണ്, അല്ലെങ്കിൽ അഴിമുഖം സേഫാണ്. അഴിമുഖത്തേക്ക് ബോട്ടുകൾക്കും വള്ളങ്ങൾക്കൊക്കെ വരാനുള്ള വഴിയൊക്കെ സേഫാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഈ കാര്യങ്ങൾ കാരണം അങ്ങോട്ടുള്ള പ്രദേശങ്ങളെല്ലാം കടലെടുത്ത് പോയിക്കൊണ്ടിരിക്കുക. അതിന് അങ്ങോട്ട് കൂടെ ഒരു ശ്രദ്ധ വേണം. കാരണം മനുഷ്യനാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ മനുഷ്യനെ സംരക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും പുലിമുട്ടും ഇവിടെ വളരെയധികം കടൽ ശാന്തമാണ് കേട്ടോ. നമ്മൾ തെക്കോട്ടൊക്കെ കണ്ട പോലെയല്ല. ഈ ഭാഗത്ത് ഭയങ്കര ശാന്തമാണ്. മാത്രമല്ല മീൻപിടുത്തമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവിടെ പുലിമുട്ടിൽ ചൂണ്ടക്കാരുണ്ട്. ഒരുപാട് ചൂണ്ടക്കാർ ചൂണ്ടയിടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയൊക്കെ വല വീശുന്നവരുണ്ട്. അതുപോലെ പുഴ പോലൊക്കെ എടുക്കുന്ന കടലിൽ പോയിട്ട് വലയിടുന്ന ചെറിയ വള്ളങ്ങൾ, ചെറിയ ഫൈബർ വള്ളങ്ങളിൽ പോയിട്ട് കണ്ടാടി വലയൊക്കെ ഇടുന്നവരുണ്ട്. നമുക്കെന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് നോക്കാം. ഈ വല വീശലും കാര്യങ്ങളൊക്കെ, അവർക്ക് എന്ത് മീനാണ് കിട്ടുന്നതെന്ന് അറിയില്ല. ഇവിടെയൊക്കെ കടൽ കയറിയിട്ടുള്ളതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കടലേറ്റത്തിൽ കയറിയിട്ടുള്ളതാവണം. എന്തായാലും ഇപ്പോൾ ഇത്രയും ഭാഗം, അതാണ് ശരിക്കും നമ്മുടെ കടൽ ഭിത്തി വരുന്നത് കണ്ടോ. മുമ്പുണ്ടായിരുന്ന കടൽ ഭിത്തിയാണ് കാണുന്നത്. ആ കടൽ ഭിത്തിയും കഴിഞ്ഞ് ഇത്രയും പ്രദേശം ഏകദേശം ഒരു 50 മീറ്റർ എങ്കിലും ദൂരം, 50 അല്ല അതിൽ കൂടുതൽ ദൂരം ശരിക്കും പറഞ്ഞാൽ മണലിട്ട് നികത്തപ്പെട്ടിട്ടുണ്ട് ഇവിടെ. വല എടുക്കുന്നുണ്ടോ? ഇവിടെ ഒരുപാട് പേര് വല വീശുന്നുണ്ട് കേട്ടോ. എന്താ കിട്ടണമെന്ന് അറിയില്ല. എന്തായാലും അവിടെ വല വെച്ചിട്ട് കയറിയിരിക്കുന്ന വള്ളത്തിൽ പല്ലിക്കോരയും ഒക്കെയാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ഇടയ്ക്ക് വരെ ചെമ്മീൻ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കിട്ടുന്നത് എന്താണെന്ന് അറിയില്ല. മിക്കവാറും ചെമ്മീൻ അങ്ങനെ ആയിരിക്കും. അതാണ് ഇവരൊക്കെ ഇവിടെ വന്ന് വീശണത്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഫൈബർ വള്ളങ്ങൾ വല വയ്ക്കുന്നുണ്ട്. അതിൽ വലിക്കുകയാണ് കേട്ടോ. 2 വള്ളങ്ങൾ വലിക്കാൻ തോന്നുന്നുണ്ട്. 2 വള്ളങ്ങൾ കൂട്ടി വലിക്കുകയാണ് കണ്ടോ. 2 ഫൈബറുകൾ കൂട്ടി വലിക്കുകയാണ്.
കടല് നല്ല രീതിയിൽ ഒതുങ്ങിയിട്ടാ, കണ്ടോ? തൊട്ടടുത്ത് വന്നിട്ട് ഡെപ്പ വെള്ളമൊക്കെ വന്ന് നിൽക്കണുണ്ടോ? തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ടോ? ഇത്രയും ഒതുങ്ങി, അതായത് തിരയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് കടൽ ഒതുങ്ങി. കഴിഞ്ഞ വർഷമൊക്കെ മീൻ പിടിച്ചിരുന്ന ആ ഒരു സീസണൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ രീതിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, ന്യൂനമർദ്ദങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മീൻ പിടിക്കുന്ന സീസണായി തുടങ്ങിയിട്ടോ. അടുത്ത ഗംഭീരം മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ. മഴക്കാർ നോക്കിയേ, മഴക്കാർ ഭയങ്കരമായിട്ട് വന്ന് മൂടിയിട്ടുണ്ട്. നല്ല മഴ വരാൻ പോണത് കേട്ടോ. കണ്ട ആകാശം നിൽക്കണ കണ്ട, എപ്പോഴാ തകർക്കുകയെന്നറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുനയ്ക്കക്കടവ് പുലിമുട്ട് കേട്ടോ. ശരിക്കും കുറച്ചാൾ മുന്നേ വരെ എത്ര ഡേഞ്ചറസ് ആയിരുന്നു അറിയാം അവിടെയൊക്കെ നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ തിര അടിച്ച് കയറിയിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ കടൽ ശാന്തമായി, കടൽ ഒതുങ്ങി. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കണ്ട ചൂണ്ടക്കാരൊക്കെ വന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഇതാണ് നമ്മുടെ അഴിമുഖം. അപ്പുറത്ത് കാണുന്നത് നമ്മുടെ പുലിമുട്ട്, നമ്മുടെ അപ്പുറത്തെ ചേറ്റുവ പുലിമുട്ട്, അല്ലെങ്കിൽ തൈ പുലിമുട്ട് എന്നൊക്കെ പറയുന്ന പുലിമുട്ടാണ് അപ്പുറത്ത് കാണുന്നത്. ഇത് നമ്മുടെ മുനയ്ക്കക്കടവ് പുലിമുട്ട്. നല്ല കിട്ടില്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം പെയ്യും തോന്നുന്നുണ്ട് മഴ. കാറ്റ് വീശി തുടങ്ങി, ഇപ്പം മിക്കവാറും പെയ്യും. നല്ല മഴയായിട്ടാ, സൂപ്പർ മഴ. ഇവിടെ ഇപ്പോൾ കടൽ ഒതുങ്ങി എന്നുള്ളത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ അവിടേക്കും മീൻ കിട്ടി തുടങ്ങുന്ന ഒരു അവസ്ഥ വരും. സാധാരണ ഇവിടെ നിന്നാണ് വരിക, അതായത് നമ്മുടെ അഞ്ചങ്ങാടി, വെളിച്ചെണ്ണപ്പടി, മുനയ്ക്കക്കടവ് ഇങ്ങനെ കടൽ ഒതുങ്ങി വന്നിട്ട് പിന്നെയാണ് നമ്മുടെ അവിടത്തേക്കൊക്കെ വരാറ്. മീനൊക്കെ അങ്ങനെ തന്നെയാണ് വരാറ്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട്, അടുത്ത ദിവസങ്ങളിലെ ആഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മുടെ അവിടേക്കും ആവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും പോട്ടെ.